നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്തിയാലുണ്ടല്ലോ നിന്റെ ചുട്ടുകരിക്കേ വേണ്ടത്. അമ്മേ, അമ്മ ശാലി പറഞ്ഞില്ലേ വാതിലേറെ പുറത്തുനിന്ന് പൂട്ടിയുണ്ട്. മിണ്ടി പോകരുത് നീ. കള്ളം പറഞ്ഞ് ഇവളുടെ പക്കാലത്ത് ഏറ്റെടുക്കാൻ വരിക. മാറ. സത്യമേ, ഞാൻ പോവുക. സത്യമേ, ഇനി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. നോക്ക്, നീ എങ്ങോട്ടും പോകുന്നില്ല. ഇത് നിന്റെ വീടാ. ആദ്യം അവിടെ നടക്കുന്ന എന്താന്ന് ഞാനൊന്ന് കാണട്ടെ. ശാലിനി, നിനക്ക് ഇങ്ങനെ ധൈര്യം ഒന്ന് ഇവിടെ വരാൻ? എനിക്കറിയാം നിന്റെ കുടുംബത്തിന്റെ മാഹാത്മ്യം നിന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ എത്തിച്ചത്. ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതിയോ? അമ്മേ, അത് അങ്ങനെ ഒരക്ഷരം വേണ്ടിപ്പോരുത് നീ. താലി കെട്ടി ഒരുവളെ വീട്ടിൽ പാർപ്പിച്ചിട്ട് മറ്റൊരുവളെ. അമ്മ, എടാ, നീ എന്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് നാണക്കേട് തോന്നുക. അവള് നിൽക്കുന്ന നിപ്പ കണ്ടില്ലേ? കളക്ടറാണത്രേ, കളക്ടർ. എന്താ എന്താ ഇവിടെ? എടാ, നീയൊന്നും കാണുന്നില്ലേ ഇവിടെ? ഒരമ്മയ്ക്ക് മകനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതൊക്കെ. ഇവൾക്ക് വലിയ കളക്ടർ ഉദ്യോഗം ഉണ്ടെന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. വിഷ്ണുട്ടൻ കാലുവേദനയെന്ന് പറഞ്ഞ് മിണ്ടരുത്, മിണ്ടരുത്. ഇനി എല്ലാം അവന്റെ തലയിലോട്ട് അങ്ങ് വെച്ച് കിട്ടിക്കോ. അല്ലേ തന്നെ ഇവനൊരു പുരുഷനാ. നീ വേണം അടക്കം പിടിക്കാനും കണ്ടറിഞ്ഞു പെരുമാറാനും. ദൈവമേ, വെളുക്കാൻ തേച്ചത് പാണ്ടായോ? അപ്പോ ഇതൊക്കെ നിന്റെ ആവശ്യങ്ങളായിരുന്നു. എങ്ങനെയെങ്കിലും നിനക്ക് ഈ വീട്ടിലൊന്ന് കയറി പറ്റണമായിരുന്നു. വേണ്ടപ്പോ ഇറങ്ങിപ്പോകാനും കയറി വരാനും ഇത് ശത്രുവൊന്നുമല്ലെന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല സത്യമേ, ഒരുപാട് കാട് കയറും മുമ്പ് ഇവർക്ക് പറയാനുള്ളതോട് കേട്ടുകൂടെ? ശിക്ഷ വിധിക്കും മുമ്പ് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാണെന്ന് നോക്കണ്ടേ? അല്ല പിന്നെ അറിയാതെ റൂം ലോക്കായി പോയതാണെങ്കിലോ? എന്ന് വെച്ച് മുറി അടച്ച് അസമയത്ത് ഒന്നിച്ചിരിക്കാനും മാത്രം എന്ത് ബന്ധമാടാ ഇവര് തമ്മിലുള്ളത്? ദേ, എന്റെ തറയിൽ എന്റെ ചട്ടം. അല്ലെങ്കിലും ഇവളുടെ ശ്രമം ഈ കുടുംബം നശിപ്പിക്കാനും ഇവിടെയുള്ളവരുടെ മനസമാധാനം കെടുത്താനും ആണല്ലോ. അതിനെ ഈ സത്യഭാമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല. ഇന്ന് ഇവൾ ഈ വീട്ടിൽ ആരുമല്ല. ദേ, ഇവന്റെ പെണ്ണെ ഈ നിൽക്കുന്ന ഇവളല്ല. ദേ, അവളാ. സത്യമേ, ഞാൻ മുറി കയറി. പക്ഷെ മുറി പുറത്തുനിന്ന് പൂട്ടിയത് വേറെ ആരുമാണ്. വൃത്തികിട്ടവളെ. ഇത്ര മോശമായി പ്രവൃത്തി ചെയ്തിട്ടും വീണ്ടും വീണ്ടും നീ ന്യായീകരിക്കുക. ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്തിയാലുണ്ടല്ലോ നിന്നെ ചുട്ടുകരിക്കേ വേണ്ടത്. അമ്മേ, അമ്മ ശാലി പറഞ്ഞില്ലേ വാതിലേറെ പുറത്തുനിന്ന് പൂട്ടിയുണ്ട്. മിണ്ടി പോകരുത് നീ.
കള്ളം പറഞ്ഞ് ഇവളുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ വരിക? അമ്മ അക്കാലത്തൊന്നല്ല. നിന്നെ ഉപേക്ഷിച്ചവളുടെ ഭാഗം പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? സത്യം പറയുന്നേ. വിഷ്ണു, നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുപിടിക്കുക എന്നതല്ല എന്റെ ജോലി. നിന്റെ ഭാര്യയെ ഈ നശിച്ച നാണം കെട്ടവളല്ല. ദേ, വാ ഇവിടെ. ദേ, നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. അല്ല, അതൊരു അബദ്ധമായിട്ട് കരുതി പുറക്ക് സത്യമേ. ഒന്നുമില്ലെങ്കിലും ശാലിനി ഒരു നാൾ ഈ വീട്ടിൽ കാലുകുത്തിയതല്ലേ? ആ പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ? എന്ത് പരിഗണനയാണ് ഞാൻ ഇവൾക്ക് കൊടുക്കേണ്ടത്? ഇവളെയും കാർത്തിക രണ്ട് തട്ടത്തിൽ വെച്ച് തൂക്കിയാ തങ്കത്തിന്റെ പൊലിമയോടെ ഈ കാർത്തിക തന്നെയാവും നിൽക്കുന്നത്. ഇവളെ ഈ വീടിന്റെ പടി കടക്കാൻ അനുവദിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. വാ ഇവിടെ. വരാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് വാടി, വാടി. അമ്മേ, അമ്മ, ഇനി മേലാൽ വിഷ്ണുവിന്റെ 7 അയൽപക്കത്ത് നീയല്ല, നിന്റെ നിഴല് പോലും കണ്ടുപോകരുത്. ദേ, അതിന് അവകാശപ്പെട്ടവരെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. കേട്ടോടി? ഇറങ്ങിപ്പോയി ഇവിടുന്ന്. സത്യമേ, ഇനി നിന്റെ വക്കാലത്ത് കൂടി എനിക്ക് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.